അപ്പം ഹല്ല ഗൈസ്, വീണ്ടും ഹല്ല ഗൈസ്. ഞങ്ങളപ്പോൾ ഇന്ന് വീണ്ടും കൊളോണിലേക്ക് പോവാണ്. ഇന്ന് സൈറ്റ് സീയിങ്ങിനേക്കാൾ കൂടുതൽ കുറച്ച് പർച്ചേസിങ് ആണ്. നമ്മുടെ കയ്യിൽ ഡ്രസ്സൊന്നും അധികമില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വീട്ടിലേക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സ് ടീഷർട്ട്സ് ഒന്നും അധികമില്ല. ബോട്ടംസൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷേ കുറച്ച് ടീഷർട്ട്സും നല്ല മേടിക്കണം. ഇവിടുത്തെ കടയിൽ പോയി ഭയങ്കര പൈസയായിരുന്നു. അത് കാരണം ഞങ്ങളിപ്പോൾ ഇന്ന് കൊളോണിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങളൊരു സൈക്കിൾ കൂടി മേടിക്കുന്ന പരിപാടിയാണ്. സാധാരണ സൈക്കിള് സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. 10, 100, 150 യൂറോ, 200 യൂറോ വരെ വിലയുള്ള സൈക്കിൾ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് എത്താം. അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കും ഓഫീസിൽ പോകണമെങ്കിൽ. ബസ്സൊക്കെ പിടിച്ച് വെയിറ്റ് ചെയ്ത് നടന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ എടുക്കും. സൈക്കിളാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈക്കിൾ ട്രാക്കുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ സ്ട്രേറ്റ് റോഡാണ്. ആ റോഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ 10-18 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് ഗൂഗിൾ മാപ്സ്. അപ്പോൾ അതും കൂടെ നോക്കണം. പിന്നെ വേറെ എന്തെങ്കിലും സ്ഥലത്തൊക്കെ പോകാൻ പറ്റിയാൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇവിടെ മൊത്തം മറ്റേ ഇത് വൈബാണ്. നമ്മുടെ കൊളോൺ കാർണിവൽ വൈബാണ്. എല്ലാവരും മറ്റേ കൊളോൺ കാർണിവൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് നടക്കുന്നത്. വല്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബൈ ഫോർ നൗ. ഇവിടെ മൊത്തം കാർണിവൽ വൈബാണ് ഗൈസ്. ഫുള്ള് എന്താ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അവർ നടക്കും. കുറേ ഇന്ത്യക്കാരുണ്ട് ഇവിടെ. കംപ്ലീറ്റ് കുറേ ഇന്ത്യക്കാരുണ്ട് ഇവിടെ. ബൈ ദ വേ, ഞങ്ങൾ ഇന്നലെ ഒരു മലയാളി ഫാമിലിനെ കണ്ടു. ഹോട്ടോഗാണ് കേസ്. ഇന്നലെ ഞങ്ങൾ ടോയ് സ്റ്റോപ്പിൽ ഒരു മലയാളി ഫാമിലിയെ കണ്ടു. ഒരു പയ്യനും ഭാര്യയും കൊച്ചും. നാട്ടിലവർ തൃശ്ശൂരം കണ്ടാണ്. ഹോട്ടോഗാണ് കേസ്. ഹോട്ടോഗ് ഇവിടെ നല്ല ഒച്ച ബഹളമാണ്. നിങ്ങൾക്ക് വല്ല കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ ഡ്രസ്സ് കട നോക്കി പോകണം. ഡ്രസ്സ് കട ഫുള്ള് ബിയറടിയും ഫുഡടിയും ആണ്. നമ്മുടെ കത്തീഡ്രലാണത്. ഓക്കെ, ഞങ്ങളപ്പോൾ ഡ്രസ്സ് കട എത്തിയിട്ട് വരാം ഗൈസ്. ഇവിടെ കുറച്ച് നടക്കാണെന്ന് തോന്നുന്നു. പ്രൈമാർക്കിലെത്തി ഗൈസ്. ഇവിടെ ടീഷർട്ട് മേടിക്കാൻ വന്നതാണ്. ഇത് സാധാരണ പോളോ നെക്ക് ടീഷർട്ട് 4 യൂറോ 50 സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു 500 രൂപ അത്രേ ഉള്ളൂ. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. മീഡിയം ബംഗ്ലാദേശ്. ഇത് വീട്ടിലിടാനാണ്. പിന്നെ ആണെങ്കിൽ പുറത്ത് വേണമെങ്കിൽ ഇടാം. അകത്ത് ഇതിട്ടിട്ട് പിന്നെ തേർമൽസ് ഇത്, പിന്നെ ഒരു കാർഡിഗൻ അല്ലെങ്കിൽ ഒരു ഫുൾ ഓവർ പോലത്തെ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാം പ്ലെയിൻ സാധനങ്ങളാണ്, പക്ഷെ കൊള്ളാം. ഫോർ ദ പ്രൈസ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഇത് 2 കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മേടിക്കാം. മിസ്റ്റർ രഞ്ജിത്ത് ഭയ്യ അവിടെ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറൈറ്റ്, ഞങ്ങൾ ഇന്നലെ ഒരു കടയിൽ കയറി ഗൈസ്, ടോയ് സ്റ്റോപ്പിൽ. എൻ്റെ പേരുന്നത് കോപ്ലാൻഡോ കണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു ജീൻസിന് 129 യൂറോ, ഏകദേശം 10,000 രൂപ വരും. ഇവിടെ ഒരു ജീൻസിനാണെങ്കിൽ 18 യൂറോസൊക്കെ ഉള്ളൂ. അത്യാവശ്യം നമ്മുടെ റിലയൻസ് ട്രെൻഡ്സ് പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. ഒരുമാതിരി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഇത് കണ്ട 18 യൂറോ ലൂസ് ഫിറ്റ് പാൻറ്റ്സ്. കുറേ വെറൈറ്റി ഉണ്ട്, കുറേ ഐറ്റംസും ഉണ്ട്. പിന്നെ വലിയ ബ്രാൻഡ്സൊന്നും അല്ല. ഞങ്ങൾ ഇന്നലെ കയറിയ കടയിൽ ഹ്യൂഗോ ബോസും പിന്നെ അതുപോലത്തെ വേറെ കുറേ ഹൈഫൈ ബ്രാൻഡൊക്കെ ആയിരുന്നു. ഷർട്ടിന് തന്നെ എത്രയായിരുന്നു അവിടെ? 40 യൂറോ, 30 യൂറോ, 40 യൂറോ എന്ന് വെച്ചാൽ 2,500 രൂപ, 2,700 രൂപ. ഹ്യൂഗോ ബോസാണ്, അത് വ്യത്യാസമുണ്ട്, ബ്രാൻഡുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഇവർ തന്നെ പ്രൈമാർക്കിന് തന്നെ ബ്രാൻഡ്സാണ് എല്ലാം. പക്ഷെ എല്ലാം കൊള്ളാം. അത്യാവശ്യം കുറേ പേര് ആൾക്കാർ ഇവിടെ ഉണ്ട്. ജാക്കറ്റ്സ്, കട്ടിലെ ജാക്കറ്റിനെക്കാളും ഇവിടെ 30 യൂറോ ഉള്ളൂ, 2,700 രൂപ ഏകദേശം ആ റേഞ്ച്. ഇതൊക്കെ ഉണ്ടോ? ഇതിനൊക്കെ ഡെനിം ജാക്കറ്റ് 35 യൂറോസ്. പിന്നെ ഉള്ളതുണ്ട്. ടീഷർട്ട് ഞങ്ങളിപ്പോൾ ജസ്റ്റ് എല്ലാം നോക്കുവാണ്. നോക്കിയിട്ട് നല്ല കാണാൻ ഞാൻ എടുത്തരാം. ഞാൻ ലാസ്റ്റ് സെലക്ട് ചെയ്ത് എല്ലാം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് 12 യൂറോ. കൊള്ളാം. ഏകദേശം അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വന്നാൽ അത്യാവശ്യം ചീപ്പ്. ഇതിന് 35 യൂറോ ഉള്ളടാ. ഇതുണ്ടോ ലൈനിങ് ഒക്കെ ഉള്ള സാധനം, ജാക്കറ്റ്. 3,200 രൂപ ഉള്ളൂ. നല്ല കട്ടിയുണ്ട്. അകത്ത് പോക്കറ്റ്, അവിടെ ഒരു പോക്കറ്റ് ഉണ്ടാവും. സമ്മറിൽ ഇത്രയും വേണ്ട. സമ്മറിൽ ടീഷർട്ട് മാത്രം മതി.
സമ്മറിലൂടെ ഒട്ടും തണുപ്പുണ്ടാവില്ല, നല്ല ചൂടായിരിക്കും. എന്ന് പറയാം നമ്മൾ ഈ 3-ലും 7-ലും കിടന്നിട്ട് പിന്നെ സമ്മർ 13, 20 ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കിടന്നത് ഇറക്കും ഗൈസ്. അമ്മച്ചി ഇപ്പോൾ എത്ര സമയം ഞാൻ എടുത്തു, ഞാൻ ലാസ്റ്റ് എല്ലാം കാണിച്ചു തരാം. ഇത് അവനെടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ആകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ബൈ ബൈ ഗൈസ്. ഇവിടെ ഷൂ ഉണ്ട് ഗൈസ്, ഷൂ ലെതർ ഷൂ ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും ഒരു മിനിറ്റ്, വെറും 20 യൂറോ ഗൈസ്, 20 യൂറോ എന്ന് പറഞ്ഞാൽ 1800 രൂപ വിത്ത് മെമ്മറി ഫോം. വേണ്ട മെമ്മറി ഫോം ഏകദേശം ഇതെല്ലാം ഇത് 22 യൂറോ. ലോഫർ ഇറ്റ്സ് നോട്ട് ദാറ്റ് കോസ്റ്റ്ലി ഗൈസ്. ഞാനിനി മറ്റേ കാഷ്വൽ ഷൂസോടെ, എനിക്കൊരു കാഷ്വൽ ഷൂ എനിക്ക് ഒരെണ്ണം വേണം. ഞാനിപ്പോൾ ഈ പണ്ടാരം ബൂട്ട്സും വിട്ടാണ് നടക്കണത്. പക്ഷേ നല്ലതാണ്, ബട്ട് ഇത്തിരി തണുപ്പ് കുറവുള്ള സമയത്ത് ഒരു കാഷ്വൽ ഷൂ ഉണ്ട്. ലോഡുണ്ട് ഗൈസ്, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇവിടെ ഇത്തിരി വെളിച്ചം കുറവാട്ടോ. ഇതെല്ലാം സ്പോർട്സ് ഷൂ പോലത്തെ സാധനങ്ങളാണ്. ഇതുണ്ട് 18 യൂറോ, ലെസ് ദാൻ 1800 രൂപയുടെ താഴെ, 1600 രൂപ സംതിങ് ഉള്ളത്. സോള് വലിയ ഗുണം അത്രയ്ക്ക് നല്ലതാണെന്ന് തോന്നണില്ല, അത്ര ഹാർഡാണ്. പിന്നെ ഇത് സ്നീക്കേഴ്സ് ഭയങ്കര അടിപൊളിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇതിന് 20 യൂറോ, 1800 രൂപ. ടെന്നീസ് ഷൂസ് 20 യൂറോസ്. ഇത് കൊള്ളാം. ഇതൊക്കെ ഇട്ട് നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാലും ഇത്രയേ ഉള്ളൂ. സൈസ് കണ്ടുപിടിക്കണം. സൈസ് 42, UK 8. എനിക്ക് UK 7 മതി. UK 8 ആണ്, UK 7 ഇല്ലേ? 41, UK 7. ഇതൊന്ന് ഇട്ട് നോക്കട്ടെ, റേറ്റ് തന്നെ വേണം. ഈ ഷൂ എടുക്കാൻ ഇരിക്കുന്നു. ഇതിന് 20 യൂറോസാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ലുക്സ് ഡീസൻറ്റ്. കാഷ്വലായിട്ട് അധികം തണുപ്പില്ലാത്തപ്പോൾ ഇതൊക്കെ ഇട്ട് പോകാൻ ഇരിക്കുന്നു. ഓക്കെ ഓക്കെ. സാറ് കുറേ സാധനം എടുത്തിട്ടുണ്ട്, കുറച്ചധികം എടുത്തിട്ടുണ്ട്. പൈജാമ സെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ബോട്ടംസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ തെർമൽസ് ഇട്ടിട്ട് തെർമൽസിനകത്ത് അല്ല തെർമൽസിൻ്റെ പുറത്ത് പിന്നെയും ഒരു എന്താ പറയുന്നത് ട്രാക്ക് ഷൂട്ടൊക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങാറ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചൂടായിരിക്കും, പക്ഷേ രാത്രി ആകുമ്പോൾ തണുക്കും. രാത്രി തണുത്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത ദിവസം കാലത്ത് എഴുന്നേൽക്കില്ല. കുറേ പ്രാവശ്യം അങ്ങനെ പണി കിട്ടിയതാണ് ഗൈസ്, ഭയങ്കര ലേറ്റായി പോയി. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം എടുത്ത് പോകാൻ നോക്കട്ടെ. ഇവിടെ കൊള്ളാട്ടോ, ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ടി വരും സാധനം എടുക്കണമെങ്കിൽ. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ, 12 യൂറോ. 12 യൂറോന് ഇതൊക്കെ സെറ്റാണോ? കൊള്ളാമല്ല. ഓ ഇതാണ് പൈജാമ സെറ്റ് ഗൈസ്. ഇത് കൊള്ളാട്ടെ. ഇത് ഒരു ചെറിയൊരു വൂളനിഷ് ടെക്സ്ചറാണ്. അല്ല, പോളിസ്റ്റർ. 50% റീസൈക്കിൾഡ് പോളിസ്റ്ററാണ്. പക്ഷേ കൊള്ളാട്ടോ, രാത്രി കിടന്ന് നല്ല സുഖമായിരിക്കും. 12 യൂറോ അല്ലേ? ഞാനൊരു മേടിച്ചോളാം. വേണ്ടല്ലേ, വേണോ? ഓഫീസിൽ ഇത് കട്ടി കുറവാണോ? ഇത് ഭയങ്കര കട്ടി കുറവാണ് ഓഫീസിൽ. ഇത് എക്സലാണ്. ഇത് ഇത്രയും വേണ്ട. പക്ഷേ ഓഫീസിൽ ചൂടെടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല പല കട്ടിയിലുള്ള സാധനങ്ങൾ വേണം വെച്ചാൽ. അയ്യോ ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് ഇപ്പോൾ 2 ഡിഗ്രി, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഒരു 7 ഡിഗ്രി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹെവി ജാക്കറ്റ് എടുത്ത് മാറ്റി ബാഗിനകത്ത് വെച്ച് ഈ ബാഗിൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹീറ്റിംഗ് ഉണ്ട്. ഹീറ്റിങ്ങിലുള്ള സ്ഥലത്ത് നമ്മൾ ഹെവി ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേർത്ത് പുഴുക്കും. 7 യൂറോ കൊള്ളാം. 7 യൂറോ എന്നുള്ളതുണ്ട്. 630 രൂപ. 630 രൂപ ഗൈസ്. കുടയുണ്ടല്ലോ അവിടെ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. 10 യൂറോയ്ക്ക് ഷൂ. എടാ 10 യൂറോയ്ക്ക് ഷൂ ഡിസ്കൗണ്ട്. 10 യൂറോസ്, 900 റുപ്പീസ്. ലെതറാണെന്ന് തോന്നണോ? ലെതറാണല്ലേ. ഇതേ ബൂട്ട്സിനൊക്കെ 10 യൂറോ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഇത്തിരി ഹെവി ആട്ടോ. ഇത്രയും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്ര ടു മച്ചാണ്. ഇതിന് ഇത് മേടിച്ചാൽ മതിയോ? കൺഫ്യൂഷൻ ആയല്ലോ ഗൈസ്. ശരി, ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതും കൂടെ നോക്കട്ടെ. ഞാൻ പറഞ്ഞ അടുത്ത് അതിന് 20 യൂറോ ആണ്. ഡിസ്കൗണ്ട് ഉള്ളത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഇഷ്ടമാണല്ലോ. കഴിഞ്ഞു ഗൈസ്. ഈ 2 ടീഷർട്ട്, ഇത് ഓരോരുത്തരും 4 യൂറോ 50 സെൻറ്റ്, ഇതിന് 4 യൂറോ 50 സെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി 810 രൂപ.
പിന്നെ ഈ ഒരു ടീഷർട്ട് ഇതിന് ഒരെണ്ണത്തിന് 8 euro ആണ്. 1 പീസാണ്. ഈ ആനിമെ കാണുന്ന ആൾക്കാർക്കറിയാം 1 പീസ് 8 euro. ആൻഡ് ഇത് ഡ്രാഗൺ ബോൾ സി. ഞാൻ വലിയ ഫാനൊന്നുമല്ല. പിന്നെ ഈ ഓറഞ്ച് കളറും ചൈനയുടെ സിമ്പിളൊക്കെ കണ്ടപ്പോഴത്തേക്കും കൊള്ളാൻ തോന്നി, അത് മേടിച്ചു 8 euro. അപ്പോൾ 8 8 16 9 25. പിന്നെ ഈ ഷൂസിന് 20 euro. അപ്പോൾ 25 20 45 യൂറോയിന് എത്രയും സാധനം കിട്ടി. അപ്പോൾ 45 euro എന്ന് പറയുമ്പോഴത്തേക്കും 40 3600 4000 രൂപ. 4000 രൂപ ഉള്ളൂ. ഇറ്റ്സ് വെരി റീസണബിൾ ഐ തിങ്ക് ഫോർ ദ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബില്ലടിക്കട്ടെ, എൻ്റെ ഇവിടെ നിന്ന് പോകാൻ നോക്കട്ടെ. ഓക്കെ, ബൈ ബൈ. എന്താണ് എപ്പോൾ ക്യാമറ നിന്നെ ബന്ധിച്ചാലും അല്ല, ഞാനൊരു കാര്യം സെർച്ച് ചെയ്യായിരുന്നു. ഫുഡ് സെർച്ച് എൻ്റെ കാര്യം സെർച്ച് ചെയ്യായിരുന്നു. ഉച്ച 2 മണിയായോ? 2:50 3 മണി. ഞങ്ങളിപ്പോൾ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വൈപ്പ് രാവിലത്തെ ഇതുപോലെ കേൾക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോൾ ഇന്ന് കൊളോൺ കാർണിവലിൻ്റെ ഒരു ഫസ്റ്റ് ലെവലാണ്. ഇതിന് ശേഷം നാളെ ഭയങ്കര പീക്കായിരിക്കും. അപ്പം ഞങ്ങളിത് കണ്ടിട്ട് വരാം ഗൈസ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഡെക്കാത്ലോണിലാണ് ഗൈസ്. ഇവിടെ ഇതൊക്കെ യൂസ്ഡ് ആണെന്ന് തോന്നണോ ഈ ബൈക്ക്? ഇതിന് 239 euros ആണെന്ന് തോന്നുന്നു. ഇതിനല്ലേ എൻ്റെ പേരെന്നാണെന്ന് എഴുതി. റിവേഴ്സ് സൈഡ് 100. അതിനല്ലേ റിവേഴ്സ് സൈഡ് 100. 239 euros എന്ന് പറയുമ്പോൾ 10,000-11,000 രൂപയുണ്ട്. ഗിയറാണ്. എത്ര ഗിയറാണ്? 1 2 3 4 5 6 ഗിയർ. 6 ഗിയറുള്ള സൈക്കിളാണ്. ബൈ ബാക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ വേറെ വേറെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പറ്റിയത്, നമ്മുടെ ബഡ്ജറ്റിൽ പറ്റിയതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളതെടുത്ത് വീട്ടിലേക്ക് പോകും. അറിയില്ല, നോക്കട്ടെ ഗൈസ്. നോക്കിയിട്ട് വരാം. ഞങ്ങൾ സൈക്കിൾ തൽക്കാലം മേടിക്കുന്നില്ല ഗൈസ്. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 400 euros ആണ് ഗിയർ സൈക്കിള്. അത് ആക്ച്വലി കൊള്ളാം. പക്ഷേ ഞങ്ങൾ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് ഇത്രയും പൈസ മുടക്കി ഈ സൈക്കിൾ മേടിക്കണോ എന്നാലോചിക്കുക. പിന്നെ ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തൊരു അപ്പാപ്പൻ ഒരു യൂസ്ഡ് സൈക്കിളുടെ കട വെച്ചിട്ടുണ്ട്. എല്ലാം റിപ്പയറൊക്കെ ചെയ്ത് കുട്ടപ്പനായ സൈക്കിൾ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ബൈക്ക് ആദ്യം ചോദിച്ചു. അപ്പോൾ അതെല്ലാം 10-800 euro ഒക്കെ ഉള്ള ബൈക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അപ്പാപ്പനടുത്ത് പോയിട്ട് ഗിയർ സൈക്കിള് നമുക്ക് പറ്റുന്നത് വല്ലതും ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്നായിരിക്കും. അത് വേണ്ട 100-150 euro ഉള്ളൂ. അപ്പോൾ അത് മതിയാവും. അതിന് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. വെച്ചാൽ ഞങ്ങൾ മിക്ക ഒക്കേഷണൽ യൂസ് ആയിരിക്കും ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി വേറെ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരാം, അല്ലെങ്കിൽ ബൈ.